ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇന്ന് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ് ഫോർ ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോറേഷനെ പറ്റി നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ഗ്രൗണ്ട് വാട്ടർ ആയിരുന്നു. അതിന്റെ സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, മെത്തേഡ്സ് ടു കൺട്രോൾ ഗ്രൗണ്ട് വാട്ടർ ഇതും കൂടെ ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. നമുക്ക് ചെറിയ 2 ടോപ്പിക്സ് നോക്കാം. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഇസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഫോർ ഗ്രൗണ്ട് വാട്ടർ എക്സ്പ്ലോറേഷൻ. അതായത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ സ്ട്രാറ്റത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്രൗണ്ടിന്റെ ബിലോയിൽ എവിടെയാണ് ഗ്രൗണ്ട് വാട്ടർ സ്ട്രാറ്റ എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു എക്വിഫയർ എക്സിസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഡിഫറെന്റ് മെത്തേഡ്സ് ആർ ദെയർ. അപ്പൊ നമ്മുടെ സിലബസിൽ നമുക്ക് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡാണ് പഠിക്കാനുള്ളത്. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ് മാത്രമല്ല, സീസ്മിക് മെത്തേഡ്സ് ഒക്കെ ഉണ്ട് ഈ ഗ്രൗണ്ട് വാട്ടർ. അതായത് നമുക്ക് സീസ്മിക് മെത്തേഡ്സ് ഇപ്പം നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പി വേവ്സ്, എസ് വേവ്സ്, അതിന്റെയൊക്കെ ട്രാൻസ്മിഷൻ അനുസരിച്ചാണ് നമ്മൾ ഓക്കെ. നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ അല്ലേ? അല്ല മിസ്. ഓക്കെ, സോ ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നുണ്ട്. ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. സോ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി മെത്തേഡ്. സോ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമുക്ക് ഈവൻ സീസ്മിക് മെത്തേഡ്സ് ആണെങ്കിലും നമുക്ക് ചെറിയൊരു ഐഡിയ ഉണ്ടായിരിക്കും. നമ്മുടെ എന്താ പറയാ, വേവ്സിന്റെ ഒരു മൂവ്മെന്റ് അനുസരിച്ചാണ്, അല്ലെങ്കിൽ വേവ്സിന്റെ സ്പീഡ് അല്ലെങ്കിൽ അതിന്റെ നേച്ചർ അനുസരിച്ചാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് വാട്ട് ടൈപ്പ് ഓഫ് സ്ട്രാറ്റ ഇസ് ബിയറിംഗ് ബിലോ എർത്ത് അല്ലെ. അപ്പൊ അതുപോലെ ഇവിടെ നമ്മൾ ഇലക്ട്രിക്കൽ, അതായത് കറണ്ട് ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, കറണ്ട് പാസ് ചെയ്തിട്ട് നമ്മൾ ഓരോ ലെയറിന്റെയും ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ആണ് മെഷർ ചെയ്യുന്നത്. സോ യു മൈറ്റ് ഹാവ് സ്റ്റഡിഡ് വാട്ട് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ഈസ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. വോൾട്ടേജ് ബൈ കറണ്ട് ആണ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. എന്നിട്ട് റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ ബോഡി, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഫൈനലി നമുക്ക് അവിടെ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടി ആണ്. ഓൾമോസ്റ്റ് ഓക്കെ, അതിന്റെ യൂണിറ്റ് ലെങ്ത്തും യൂണിറ്റ് ഏരിയ ഉള്ള ഒരു മെറ്റീരിയലിന് എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ടാവും എന്നുള്ളതാണ് റെസിസ്റ്റിവിറ്റി എന്നൊക്കെ നിങ്ങൾ പ്രീവിയസ് ഇയേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ +2 ബേസിസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. സോ ഹിയർ ഇവിടെ നമ്മൾ പഠിക്കുന്നത് electrical resistivity method involves the measurement of apparent resistivity of the soil and rock as a function of depth or position. അതായത് നമ്മൾ മെഷർ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാഫ് ആയിരിക്കും. നമ്മൾ ഈ ഒരു മെത്തേഡിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഗ്രാഫ് ആയിരിക്കും. ആ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് വേഴ്സസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. ഇന്ന ഡെപ്തിൽ ഇതാണ് നമ്മുടെ റോക്ക് ബിയറിംഗ് സ്ട്രാറ്റയുടെ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ഒബ്സർവേഷൻ ദാറ്റ് water bearing formations are more conductive and dry zones are resistive to the passage of electric current. എന്തെങ്കിലും വാട്ടർ ആ ഒരു സോയിലിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് സോയിൽ വിൽ ബിഹേവ് ആസ്
കണ്ടക്റ്റീവ് ആയിട്ട് ബിഹേവ് ചെയ്യും. അതേസമയത്ത് ഡ്രൈ സൗണ്ട്സ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി റെസിസ്റ്റീവ് ടു ദ പാസേജ് ഓഫ് ഇലക്ട്രിക് കറന്റ്. ഓക്കെ, ഡ്രൈ സൗണ്ട്സ് ഇലക്ട്രിക് കറന്റിന്റെ പാസേജിന് റെസിസ്റ്റീവ് ആയിരിക്കും. The resistivity of natural materials to flow of the electric current varies through a wide range. ഓക്കെ, നമ്മൾ ഈ ഒരു മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വി ആർ പാസിംഗ് ആൻ ഇലക്ട്രിക് കറന്റ് ത്രൂ ഓഫ് എ നോൺ ക്വാണ്ടിറ്റി ത്രൂ എ മീഡിയം. നമ്മൾ ഒരു രണ്ട് ഇലക്ട്രോഡ്സ് വെക്കും. ആ ഇലക്ട്രോഡ്സിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്ത് നമുക്ക് ആ ഒരു ഇത് വരുന്നത് അതിനകത്തൂടെയുള്ള ഇലക്ട്രിക് കറന്റിന്റെ മൂവ്മെന്റിൽ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ പറ്റും. അപ്പം ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ നിന്നും നമ്മൾ മെഷർ ചെയ്തതാണ് ഇലക്ട്രിക് കറന്റ് നമ്മൾ സപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം രണ്ട് ഇലക്ട്രോഡ്സ് എന്തായിട്ടുണ്ടാവും, ഇപ്പം ഇവിടെ നിങ്ങൾക്ക് 4 ഇലക്ട്രോഡ്സ് കാണാം ഈ ഒരു ഫിഗറിനകത്ത്. 2 കറന്റ് ഇലക്ട്രോഡ്സും അതിന്റെ ഇടയിലായിട്ട് 2 പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സും. കറന്റ് ഇലക്ട്രോഡ്സിലൂടെ നമ്മൾ കറന്റ് പാസ് ചെയ്യും, പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സിലൂടെ നമ്മൾ എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ മെഷർ ചെയ്യും. ഓക്കെ, അങ്ങനെ മെഷർ ചെയ്തിരിക്കുന്ന ആ ഒരു ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കുന്നത്. Passing an electric current of a known quantity through the medium and measuring the potential difference between 2 points would determine the apparent resistance of subsurface formations. അപ്പൊ ഈ രണ്ട് വാല്യൂസിൽ നിന്നും നമുക്ക് താഴത്തെ ലെയേഴ്സിലുള്ള അപ്പാരന്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ്, കറക്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് നമുക്ക് കിട്ടില്ല, അപ്പാരന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് നമുക്ക് കിട്ടും. Okay, by this procedure, it is possible to approximate the saturation or dryness of the medium through which current is transmitting. Okay, അപ്പോൾ ഹൈലി കണ്ടക്ടിങ് ആണ് ആ ഒരു സ്ട്രാറ്റ എങ്കിൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസ് കുറയാണെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇറ്റ് ഇസ് എ വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റ. ഓക്കെ, അതൊരു വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റ ആണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നീട് procedure ആണ് പറയുന്നത് current is applied between the metals driven into the ground which act as current electrodes. നിങ്ങൾക്ക് ഈ പ്രൊസീജിയർ മനസ്സിലാക്കുക. 2 കറന്റ് ഇലക്ട്രോഡ്സ് ഉണ്ടാവും, അതിന്റെ ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇലക്ട്രിക് കറന്റ് സപ്ലൈ ചെയ്യും. The distance between electrodes vary from 10 meters to 100 meters depending upon the depth to be probed. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്റ്റൻസ് ആണ്, ഓക്കെ, 2 കറന്റ് ഇലക്ട്രോഡ്സിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എ ആണെങ്കിൽ അത് A/4 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരെ പെനട്രേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, 2 കറന്റ് ഇലക്ട്രോഡ്സിന്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് എ ആണെങ്കിൽ അത് ആ ഒരു ഡിസ്റ്റൻസ് വരെ അത് പെനട്രേറ്റ് ചെയ്യുന്നത് A/4 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരെ ആയിരിക്കും അത് പെനട്രേറ്റ് ചെയ്യാം. അപ്പൊ എന്ത് ചെയ്യും, നമ്മൾ എ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു കറണ്ട് പെനട്രേറ്റ് ചെയ്യുന്ന ഡെപ്തും കൂടും. അപ്പൊ നമുക്ക് എത്രത്തോളം ഡെപ്തിലുള്ള വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റയെ പറ്റിയുള്ള ഇൻഫർമേഷൻ വേണോ അതിനനുസരിച്ച് നമ്മൾ കറന്റ് ഇലക്ട്രോഡ്സ് തമ്മിലുള്ള സ്പേസിങ് ഇൻക്രീസ് ചെയ്യും. ആ സ്പേസിങ് നമുക്ക് 10 മീറ്റർ മുതൽ 100 മീറ്റർ വരെ വേരി ചെയ്യാൻ പറ്റും. Okay, dry soil sound, these electrodes are damped with water to ensure optimum electrical conductivity. ഓക്കെ, നമ്മൾ ഇതിന്റെ ചുറ്റുമുള്ള സോയിൽസ്, നമ്മൾ ആ ഒരു സർഫസ് ലെവലിലുള്ള സോയിൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ സാച്ചുറേറ്റഡ് ആക്കും, നമുക്ക് അവിടെ ഒരു ഒപ്റ്റിമം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. The resulting potential difference is measured with 2 more electrodes called potential electrodes located symmetrically in straight line between the 2 current electrodes. നിങ്ങൾക്ക് ആ ഫിഗറിൽ തന്നെ ആ ഒരു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. 2 കറന്റ് ഇലക്ട്രോഡ്സ് ഉണ്ട്, അതിന്റെ ഇൻ ബിറ്റ്വീൻ ആയിട്ട് 2 പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സും വെച്ചിട്ടുണ്ട്. ആ പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സിന്റെ ഇടയിലാണ് we are measuring the potential difference. The potential electrodes are placed some distance away from the current electrodes to avoid rapid voltage fluctuations in the vicinity. Okay, so അതൊരു പ്രിക്കോഷണറി മെഷേഴ്സ് ആയിട്ട് അവർ എടുക്കുന്നതാണ് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ. ബട്ട് നിങ്ങൾ ബാക്കിയുള്ള സ്റ്റെപ്സ് ഓർത്ത് വെക്കുക. എന്താണ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ആദ്യം കറന്റ് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്യും. ആ കറന്റ് ഇലക്ട്രോഡ്സിന്റെ ഡിസ്റ്റൻസ് 10 മീറ്റർ മുതൽ 100 മീറ്റർ വരെ നമുക്ക് വാരി ചെയ്യാൻ പറ്റും. അതിന്റെ ചുറ്റുമുള്ള സോയിൽ നമ്മൾ എന്ത് ചെയ്യും, ഡ്രൈ ആണെങ്കിൽ അതിനെ വെറ്റ് ചെയ്ത് ഒരു ഒപ്റ്റിമം ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അവിടെ കൊണ്ടുവരും. അതിനുശേഷം നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സ് വെച്ച് മെഷർ ചെയ്യും. ഈ ഒരു പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സിൽ മെഷർ ചെയ്യുന്ന വോൾട്ടേജും നമ്മൾ സപ്ലൈ ചെയ്യുന്ന കറണ്ടും പിന്നെ നമുക്ക് അതിന്റെ ഇടയിലുള്ള സ്പേസിങ് എയും, അതായത് ആ 2 ഇലക്ട്രോഡ്സ് തമ്മിലുള്ള സ്പേസിങ് എ ആണെങ്കിൽ we can directly find out the
electrical resistivity. Okay, അതിന് equation ഉണ്ട്. The resistivity measured by potential electrode is recorded as apparent resistivity and is given by the relationship rho is equal to 2 pi A into delta V by I. Okay, 2 pi, you know that it is a constant. Then A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ spacing constant ആണ്. Delta V by I. Delta V എന്ന് പറഞ്ഞാൽ potential difference developed. I is the electric current supplied. Okay, so we are having all these values. So directly we can find out the rho. Okay, directly we can find out the rho. The depth to which current penetrates is of order of 1 by 4 the distance between two current electrodes. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഒരു 10 മീറ്റർ അല്ല ഒരു 20 മീറ്ററിലാണ് നമ്മൾ 20 മീറ്ററിന്റെ അപ്പാർട്ടിലാണ് നമ്മൾ രണ്ട് കറന്റ് ഇലക്ട്രോഡ്സ് പ്ലേസ് ചെയ്തെങ്കിൽ നമുക്ക് ഫൈനലി കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വാല്യൂ എന്തായിരിക്കും? 5 മീറ്റർ ബിലോ ഉള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ വാല്യൂ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ E1 ഉം E2 തമ്മിലുള്ള ഡിസ്റ്റൻസ് 20 meters ആണ്. 20 by 4 is 5 meters. So from ground level 5 meter below, what is the potential difference developed? Okay, that will be shown as the potential difference between E3 and E4. So we are having 4 electrodes. E1 and E2 are 20 meters apart. So they are the current electrodes. So when the current has been supplied, so we will be measuring the potential difference developed at a distance of 1/4 the distance between current electrodes. അതായത് current electrodes ന്റെ distance 20 meter ആണെങ്കിൽ 20 by 4 is 5 meter. So ground level ൽ നിന്നും 5 meter താഴെയുള്ള ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമ്മൾ E3 and E4 എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ഇലക്ട്രോഡ്സിന്റെ ഇടയിൽ മെഷർ ചെയ്യുന്നത്. Then we will be plotting resistivity with depth. റെസിസ്റ്റിവിറ്റിയും ഡെപ്തും ആയിട്ട് നമ്മൾ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന ടൈമിൽ റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂസ് ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. ബട്ട് ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റിവിറ്റി കുറഞ്ഞു വരുന്നൊരു ഫിനോമിനൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഫിനോമിനൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അത് കുറഞ്ഞു, പിന്നീട് അത് വീണ്ടും ഇൻക്രീസ് ചെയ്യാണ് അല്ലെ? അതൊരു കുറഞ്ഞു വന്നിട്ട് പിന്നീട് അത് വീണ്ടും ഇൻക്രീസ് ചെയ്യാണ്. അപ്പൊ ആ റെസിസ്റ്റിവിറ്റി കുറഞ്ഞു വരുന്ന ആ ഒരു ഏരിയാസിൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് aquifer ആണ്. Okay, it indicates that some water bearing strata like aquifer is present there. ആ റെസിസ്റ്റിവിറ്റി കുറവുള്ള ഏരിയാസിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് സം water bearing stratas like aquifer is present there. Okay, ഈ ഒരു ഫിഗർ നിങ്ങൾ എക്സാമിന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുമ്പം ഫിഗറും കൂടെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, so I think electrical resistivity method for groundwater exploration is clear for you. Any doubts you can ask me right now. Okay, so I think everything is clear for you. So next topic is seawater intrusion in coastal areas. ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കുന്നത് സീ വാട്ടർ ഇൻട്രൂഷൻ ഇൻ കോസ്റ്റൽ ഏരിയാസ് ആണ്. നമുക്കിങ്ങനെ നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇല്ല മിസ്സേ.
സോ സീ വാട്ടർ ഇൻട്രൂഷൻ ഇൻ കോസ്റ്റൽ ഏരിയാസിൽ നമുക്കറിയാം അല്ലേ, അതായത് നമ്മുടെ ഫ്രഷ് ഗ്രൗണ്ട് വാട്ടർ ഉണ്ട്, അതുപോലെ സോൾട്ടി ഓഷന്റെ ആ ഒരു ഭാഗത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അവിടെ സോൾട്ട് വാട്ടർ ആണ് താഴോട്ട് വരുന്നത് എന്നറിയാം. അപ്പോൾ ഈ സോൾട്ട് വാട്ടറും ഈ ഒരു ഗ്രൗണ്ട് വാട്ടറും തമ്മിൽ ഒരു ഇന്റർഫേസ് എവിടെയെങ്കിലും ഒക്കെ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പം ഇത് ആ ഒരു ഇന്റർഫേസിൽ ആക്ച്വലി എന്താണ്, ഇത് ഇന്റർമിക്സ് ചെയ്യുകയാണോ, ഓക്കെ, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ഒത്തിരി സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. അപ്പൊ അതില് ഇപ്പോഴും ഇതൊരു എന്താ പറയാ 100% ദിസ് ഇസ് സംതിങ് ഹാപ്പനിങ് ബിഹൈൻഡ് അല്ലെ ബിലോ അവർ എർത്ത്. അപ്പൊ നമുക്ക് എന്താണ് അവിടെ കൃത്യമായിട്ട് നടക്കുന്നതെന്ന് അറിയില്ല, പക്ഷെ കുറെ തിയറീസ് അതിന്റെ പുറത്ത് ഡെവലപ്പ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തിട്ട് ഒത്തിരി തിയറീസ് ഡെവലപ്പ് ആയിട്ടുണ്ട്. ആ ഡെവലപ്പ് ചെയ്തിട്ടുള്ള തിയറീസിൽ ഒന്നാണ് ഖൈബൻ ഹെർസ്ബർഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇവിടെ വെച്ചാല് ഒരു എക്സ്പ്ലനേഷൻ പറയുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, നാച്ചുറൽ കണ്ടീഷൻസ് ദ സീവേർഡ് മൂവ്മെന്റ് ഓഫ് ഫ്രഷ് വാട്ടർ പ്രിവെന്റ്സ് സോൾട്ട് വാട്ടർ ഫ്രം എൻക്രോച്ചിങ് ഓൺ ഫ്രഷ് വാട്ടർ കോസ്റ്റൽ അക്വിഫേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് അവിടെ ഒരു റൈറ്റ് സൈഡത്തെ ഫിഗറിൽ രണ്ട് രീതിയിൽ കാണാൻ പറ്റും അല്ലെ. ഫ്രഷ് വാട്ടർ ഒരു ഇതില് പോകുന്നുണ്ട്, സീ വാട്ടർ ഇപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പൊ സീ വാട്ടറിൽ നിന്നും കോസ്റ്റൽ ഏരിയാസിലേക്ക്, ഫ്രഷ് വാട്ടറിൽ നിന്നും കോസ്റ്റൽ ഏരിയാസിലേക്ക് ഒരു സീവേർഡ് മൂവ്മെന്റ് ഉണ്ട്. അപ്പൊ ആ ഒരു സീവേർഡ് മൂവ്മെന്റ് ഉള്ളത് കാരണം തന്നെ എന്ത് പറ്റും, സീ വാട്ടറിനെ ഇങ്ങോട്ട് എൻകറേജ് ചെയ്യുന്നത് അത് തടയും. ഓക്കെ, സീ വാട്ടറിനെ ഇങ്ങോട്ട് എൻകറേജ് ചെയ്യുന്നത് അത് തടയും. The interface between fresh water and salt water is maintained near the coast or far below the land surface. ഓക്കെ, ആ ഒരു ഇന്റർഫേസ് ചിലപ്പോൾ നമുക്ക് കോസ്റ്റിന്റെ അടുത്തായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ സർഫസിന്റെ ഒത്തിരി താഴോട്ടായിരിക്കും അത് മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ടാവാം. ഓക്കെ, ഈ ഒരു ഇന്റർഫേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ സോൺ. ഓക്കെ, അവിടെയാണ് ആക്ച്വലി ഫ്രഷ് വാട്ടറും സോൾട്ട് വാട്ടറും മിക്സിംഗ് സംഭവിക്കുന്നത്. അതിന് സോൺ ഓഫ് ഡിസ്പേർഷൻ ഓർ സോൺ ഓഫ് ട്രാൻസിഷൻ എന്നും നമ്മൾ വിളിക്കും. ഓക്കെ, സോൺ ഓഫ് ഡിസ്പേർഷൻ എന്ന് വിളിക്കും, സോൺ ഓഫ് ട്രാൻസ്മിഷൻ എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾക്ക് നാച്ചുറൽ കണ്ടീഷൻസിൽ അതിങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്കൊരു പിന്നെ രണ്ടാമതൊരു കണ്ടീഷൻ നമ്മൾ അസ്യൂം ചെയ്യാണ്. നമ്മളൊരു കോസ്റ്റൽ ഏരിയാസിൽ വി ആർ ഡിഗിങ് എ വെൽ. ഓക്കെ, നമ്മൾ കോസ്റ്റൽ ഏരിയാസിൽ ഒരു വെല്ല് ഡിഗ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും, നമ്മൾ അവിടെ പമ്പ് ചെയ്യുന്ന സമയത്ത്, അപ്പൊ അതിനകത്തുനിന്ന് നമ്മൾ വെള്ളം വലിച്ചെടുക്കുന്നതാണെങ്കിലൊന്നും കുഴപ്പമില്ല, പക്ഷെ നമ്മളൊരു പമ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പമ്പ് ചെയ്യാണ്. പമ്പ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ആ അക്വിഫറിന്റെ ഫ്ലോ, ഓക്കെ, ആ ഒരു അക്വിഫറിന്റെ ഫ്ലോ എന്ത് ചെയ്യും, ആ പമ്പിലോട്ട്, ആ ഒരു വെല്ലിലോട്ടായി മാറും അല്ലെ. നമ്മൾ ആ ഒരു വെല്ല് പമ്പ് ചെയ്യുന്ന സമയത്ത് അതിനകത്തുള്ള ലെവൽസ് എന്ത് ചെയ്യും, കുറയും. ഇപ്പൊ നമ്മളൊരു വെല്ല് പമ്പ് ചെയ്തെടുക്കുമ്പോൾ അതിന്റെ ചുറ്റിലുള്ള ലെവൽസ് കുറയും, കാരണം അവിടെയുള്ള ചുറ്റിലുള്ള വെള്ളമൊക്കെ എന്താണ്, ആ ഒരു വെല്ലിലോട്ട് കയറി പോവുകയാണ് നമ്മൾ പമ്പ് ചെയ്ത് വലിച്ചെടുക്കുന്ന സമയത്ത്. അപ്പൊ എന്ത് സംഭവിക്കും, ഈ ഒരു സോൾട്ട് വാട്ടർ ഈ ഒരു ഗ്രൗണ്ട് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. സോൾട്ട് വാട്ടർ എന്ത് ചെയ്യും, അതും വെല്ലിലേക്ക് ഇൻട്രൂഡ് ചെയ്ത് കയറും. Groundwater pumping can reduce freshwater flow towards the coastal areas and cause saltwater to be drawn towards the freshwater zones of the aquifer. Okay. ഗ്രൗണ്ട് വാട്ടർ പമ്പിങ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ഫ്രഷ് വാട്ടറിന്റെ ഫ്ലോ എന്ത് ചെയ്യും, ഡയറക്ട്ലി വെല്ലിലോട്ടായി മാറും. ഓക്കെ, അപ്പൊ എന്ത് പറ്റും, സോൾട്ട് വാട്ടർ ഈ ഫ്രഷ് വാട്ടർ സോണിലായിട്ട് മിക്സിംഗ് നടക്കും. Saltwater intrusion decreases with freshwater storage in aquifers and in extreme cases can result in abandonment of wells. ഓക്കെ, ഫൈനലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്താൽ നമുക്ക് ആ വെൽ ഉപേക്ഷിക്കാന്നല്ലാതെ വേറൊരു നിവൃത്തി നമ്മുടെ കയ്യിൽ ഇല്ലാത്തൊരു അവസ്ഥയിലോട്ട് നമ്മൾ മാറും. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് സീ വാട്ടർ ഇൻട്രൂഷൻ ഇൻ കോസ്റ്റൽ ഏരിയാസ് എന്ന് മനസ്സിലായി കാണും. അപ്പൊ നാച്ചുറലി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് നിൽക്കുന്നത്, നാച്ചുറൽ കണ്ടീഷൻ ആണ് നമ്മൾ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്. ഒരു ഫ്രഷ് വാട്ടറിൽ നിന്നും ഫ്രഷ് വാട്ടറിൽ നിന്നും സീ വാട്ടറിലേക്ക് ഒരു സീവേർഡ് മൂവ്മെന്റ് ഉണ്ട്. ആ സീവേർഡ് മൂവ്മെന്റ് കാരണം അവിടെ ഒരു ഇന്റർഫേസ് എന്ത് ചെയ്യുക, ഇത് തമ്മിൽ, അതായത് നമ്മുടെ ഗ്രൗണ്ട് വാട്ടറും ഫ്രഷ് വാട്ടറും തമ്മിൽ ഒരു ഡെൻസിറ്റി ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ, ആ ഒരു ഡെൻസിറ്റി ഡിഫറൻസ് കൊണ്ട് തന്നെ അതിന് ഇന്റർമിക്സിങ്ങിന് which one will be more denser, groundwater or sea water? Any idea? Sea water.
സീ വാട്ടർ ആണ് കൂടുതൽ ഡെൻസർ. നമുക്കത് പഠിക്കാനുണ്ട് എത്രയാണ് ഡെൻസിറ്റി എന്നുള്ളത് നമ്മൾ ഫോളോയിങ് ഇതിൽ കാണും. സീ വാട്ടർ ആണ് കൂടുതൽ ഡെൻസർ. അപ്പൊ അവര് തമ്മിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലേ, രണ്ട് ഡെൻസിറ്റി സെപ്പറേറ്റഡ് ആയിട്ടുള്ള മീഡിയാസ് തമ്മിൽ, ഓക്കെ, രണ്ട് ഡെൻസിറ്റി സെപ്പറേറ്റഡ് ആയിട്ടുള്ള മീഡിയാസ് തമ്മിൽ എന്താണ് മീഡിയാസ് തമ്മിൽ എന്തായാലും ഒരു ഡെൻസിറ്റി സെപ്പറേഷൻ ഉണ്ടാവും. അപ്പം അത് തമ്മിലൊരു ലെവൽ കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് സോൺ ഓഫ് ഡിസ്പെർഷൻ ഓർ സോൺ ഓഫ് ട്രാൻസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ saltwater intrusion occurs by many ways, including lateral encroachment from coastal waters and vertical movement of saltwater nearing discharging wells. ഓക്കെ, അത് പല രീതിയിൽ നടക്കാം. ചിലപ്പം കോസ്റ്റൽ അക്വിഫേഴ്സിന് തന്നെ ലാറ്ററൽ മൂവ്മെന്റ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ പമ്പ് ചെയ്യുന്നോണ്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ നടക്കുന്നത്. ഓക്കെ, ഇൻട്രൂഷൻ ഓഫ് സോൾട്ട് വാട്ടർ കോസ്ഡ് ബൈ വിഡ്രോവൽസ് ഓഫ് ഫ്രഷ് വാട്ടർ ഫ്രം ഗ്രൗണ്ട് വാട്ടർ സിസ്റ്റം ക്യാൻ മേക്ക് ദ റിസോർട്ട് അൺസ്യൂട്ടബിൾ ഫോർ യൂസ്. നമ്മുടെ ആ ഒരു വെല്ലിന്റെ കേസ് പറഞ്ഞതാണത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ഗ്രൗണ്ട് വാട്ടർ മാനേജ്മെന്റ് പ്ലാൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ആ ഒരു സോൺ ഓഫ് ഡിഫ്യൂഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് സോൾട്ട് വാട്ടർ ഇൻട്രൂഷൻ റെഡ്യൂസ് ചെയ്യാനും പറ്റും. So next is GHYBEN-HERZBERG relationship. Okay, ഈ ഒരു സോൺ ഓഫ് ഡിഫ്യൂഷനെ പറ്റി അല്ലെങ്കിൽ സോൺ ഓഫ് ഇന്റർഫേസിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് GHYBEN-HERZBERG റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. So the first physical formulations of saltwater intrusion were made by William Baden-GHYBEN in 1888 and 1889, as well as Alexander Herzberg in 1901, thus called GHYBEN-HERZBERG relationship. This derived analytical solution to approximate intrusion behavior, which are based on a number of assumptions that do not hold in all field cases. അതായത് നമുക്ക് ഈ ഒരു കാര്യത്തിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്സ് ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. നമ്മളൊരു ജേർണൽ പേപ്പേഴ്സ് ഒക്കെ നോക്കിയിട്ടായിരിക്കും നമുക്ക്, അതായത് എന്ന് വെച്ചാൽ ഇതൊരു തിയറിയാണ്. ഓക്കെ, ഇത് ഈ ഒരു ഗൈബൻ-ഹെർസ്ബർഗ് റിലേഷൻഷിപ്പ് മാത്രമല്ല, കോസ്റ്റൽ അക്വിഫേഴ്സിനെ പറ്റിയിട്ട് ഡിഫറെന്റ് തിയറീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ വൺ ഓഫ് ദ തിയറീസ് മാത്രമാണ് ഗൈബൻ-ഹെർസ്ബർഗ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ബ്രീഫായിട്ട് മനസ്സിലാക്കി വെക്കുക, ഇതാണ് സംഭവം എന്നുള്ളത്. ഓക്കെ, the derived analytical solutions to approximate the intrusion behavior, which are based on a number of assumptions that do not hold in all field cases. എല്ലാ ഫീൽഡ് കേസസിലും ഇത് ട്രൂ ആയിരിക്കണം എന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റിൽ ഒരു യൂട്യൂബ് മാനോമീറ്റർ കാണാൻ പറ്റും. ഓക്കെ, നിങ്ങൾ യൂട്യൂബ് മാനോമീറ്റർ എന്താന്നൊക്കെ FM-ൽ പഠിച്ചിട്ടുണ്ടാവും. സോ ഐ തിങ്ക് ഇറ്റ്സ് വിസിബിൾ, യു നോ വാട്ട് ഇസ് എ യൂട്യൂബ് മാനോമീറ്റർ. അപ്പൊ അതിനകത്ത് നിന്നും നമുക്ക് സീ വാട്ടറും ഉണ്ട്, ഫ്രഷ് വാട്ടറും ഉണ്ട്. ഓക്കെ, സീ വാട്ടറും ഫ്രഷ് വാട്ടറും തമ്മിൽ ഒരു ഡെൻസിറ്റി ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് രണ്ട് ലെയേഴ്സ് ആയിട്ട് നമുക്ക് നിൽക്കുന്നത്. ഓക്കെ, സോ സീ വാട്ടറിനാണ് ഡെൻസിറ്റി കൂടുതൽ, അത് കാരണം ഫ്രഷ് വാട്ടറിനായിരിക്കും ആ ഒരു ലെവലിന് മേളിലോട്ട് നമ്മുടെ ഇത് വരുന്നത്. Published explanations of steady state balance between salt water and fresh water in coastal aquifer begin with GHYBEN and HERZBERG commonly assume that salt water is static. Okay, salt water ന് മൂവ്മെന്റ് ഒന്നുമില്ല, അത് സ്റ്റാറ്റിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. സോ നമ്മൾ ഹൈഡ്രോളിക് ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇവിടെ. സോ ലിസൺ ഹിയർ. അതായത് നമ്മൾ സോൾട്ട് വാട്ടറും സീ വാട്ടറും കൂടി മിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു ലെവൽ എടുക്കുകയാണ്, ആ ബി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുകയാണ്. അപ്പൊ ആ ബി എന്ന് പറയുന്ന പോയിന്റിൽ എടുക്കുന്ന സമയത്ത് ആ ഒരു പോയിന്റിലുള്ള പ്രഷേഴ്സ് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ആ ഒരു പോയിന്റിലുള്ള പ്രഷേഴ്സ് ഈക്വൽ ആയിരിക്കും. ഒരു ലെവലിലുള്ള, ഒരു ഹൊറിസോണ്ടൽ ലെവലിലുള്ള പോയിന്റിലുള്ള പ്രഷേഴ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോ നിങ്ങളൊരു വാട്ടർ സർഫസിന്റെ താഴെ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രഷർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഇപ്പോ നമ്മൾ വാട്ടർ സർഫസ് ഉണ്ട്, അവിടെ നമുക്ക് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ്. ആ സർഫസിൽ നിന്നും താഴോട്ട്, ഓക്കെ, താഴോട്ട് h ഡെപ്തിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്. given that density of the fluid is rho. ഓക്കെ, റോ ആണ്, h ആണ്. അങ്ങനെയാണെങ്കിൽ പ്രഷർ at that point, ഓക്കെ, താഴെയുള്ള പോയിന്റിൽ ഉള്ള പ്രഷർ എത്രയാണെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം?
നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എങ്ങനെയാണ് ഒരു പോയിന്റിലെ പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്നുള്ളത്? HG ആണ്. HROG ആണ് നമ്മുടെ ആ ഒരു പോയിന്റിലെ ഇക്വേഷൻ. ഓക്കെ, H ഡെപ്തിലാണെങ്കിൽ HROG ആണ് നമ്മൾ കണ്ടുപിടിക്കുക. സോ ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, എല്ലാവരും അറിഞ്ഞിരിക്കുക. ഇതൊക്കെ നിങ്ങൾ ഇനി വരുന്ന ക്ലാസ്സസിൽ എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് നിങ്ങളിത് അപ്ലൈ ചെയ്യും. ഓക്കെ, ഐ മീൻ ജിയോളജി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറ്റ് സബ്ജക്റ്റിൽ എന്തായാലും നമ്മളത് അപ്ലൈ ചെയ്യും. സോ HROG ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഈ നമ്മൾ പി എയിലും ബിയും ഒരേ ലെവലിലുള്ള രണ്ട് പോയിന്റ്സ് ആണ്. അപ്പൊ നമ്മൾ ഇക്വേറ്റ് ചെയ്യാണ് PA is equal to PB. ഓക്കെ, PA is equal to PB. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഇക്വേഷൻ പ്രകാരമാണെങ്കിൽ നമ്മൾ എന്താണ്, നമുക്ക് എയിലെ പ്രഷർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഡെൻസിറ്റി ഓഫ് സോൾട്ട് വാട്ടർ ഇസ് ρS, ഡെൻസിറ്റി ഓഫ് ഫ്രഷ് വാട്ടർ ഇസ് ρF. ഓക്കെ, ρS ഇൻറ്റു സെഡ് ഇൻറ്റു ജി, അതാണ് പി എ എന്ന് പറയുന്നത്. ഓക്കെ, എടുത്തു നമ്മൾ ആ ഒരു ദാറ്റ് ഇസ് ഈക്വൽ ടു പി ബി എന്ന് പറയുന്നത് എന്താ, ρF ഇൻറ്റു ജി ഇൻറ്റു അവിടെ ഡെപ്ത് എന്ന് പറയുന്നത് സെഡ് പ്ലസ് എച്ച് ആണ്. ഓക്കെ, സെഡ് പ്ലസ് എച്ച് ആണ്. അപ്പൊ ഇത് നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ സെഡ് ഇസ് ഈക്വൽ ടു എച്ച് ഇത്രയാണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് ഈ സെഡ്, എന്താണ് ഈ എച്ച് എന്ന് പറയുന്നത്? അപ്പൊ ഈ ഒരു ഫിഗറിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സോൾട്ട് വാട്ടറിന്റെ ഡെപ്ത് ആണ് സെഡ് എന്ന് പറയുന്നത്, ഫ്രഷ് വാട്ടറിന്റെ ഡെപ്ത് ആണ് ടോട്ടൽ ഡെപ്ത് ആണ് സെഡ് പ്ലസ് എച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ എക്സ്ട്രാ സോൾട്ട് വാട്ടറിന്റെ ആ ഒരു ഡെപ്ത് വരുന്നതാണ് എച്ച് എന്ന് പറയുന്നത്. അപ്പൊ പ്രാക്ടിക്കലി ഇത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു കേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും സീ ലെവല് ലെഫ്റ്റ് സൈഡിലുണ്ട്, റൈറ്റ് സൈഡിലാണ് നമ്മുടെ എന്താ പറയുന്നത് ഗ്രൗണ്ട് ഏരിയ വരുന്നത്. ഓക്കെ, ലാൻഡ് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ സീ ആണ് വരുന്നത്. അപ്പം സീ ലെവൽ ഉണ്ട്, സീ ലെവലിൽ നിന്നും എച്ച് ഹൈറ്റ് എബവ് ആണ് എന്ത് വരുന്നത്, നമ്മുടെ ഗ്രൗണ്ട് വാട്ടർ ടേബിൾ വരുന്നത്. സീ ലെവലിൽ നിന്നും സെഡ് ബിലോയിലാണ് നമ്മുടെ എന്താ പറയാ ആ ഒരു സീ വാട്ടർ ഫ്രഷ് വാട്ടർ ഇന്റർഫേസ് വരുന്നത്. ഓക്കെ, സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ലെവലിൽ നിന്നും ആ ഒരു ഇന്റർഫേസിലേക്കുള്ള ദൂരമാണ് മുകളിലോട്ട്. ഓക്കെ, എച്ച് എന്ന് പറയുന്നത് വാട്ടർ ടേബിളിലോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, വാട്ടർ ടേബിളിലോട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം ഈ ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാല് ഈ ഒരു ഇക്വേഷൻ കണ്ടോ, ρF ബൈ ρS മൈനസ് ρF, അത് നമുക്ക് ഇവിടുന്ന് കിട്ടിയ ഇക്വേഷൻ ആണ്. ഇത് സോൾവ് ചെയ്തപ്പം നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ് ρS മൈനസ് ρF ഇൻറ്റു എച്ച് എന്ന് പറയുന്നത്. അവിടെ കിട്ടിയ ഒരു ഇക്വേഷൻ സെഡ് ഇസ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സെഡ് ഇസ് ഈക്വൽ ടു ആ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. പിന്നീട് നമുക്ക് വാല്യൂസ് ആണ് നമ്മൾ നോക്കുന്നത്, അതായത് സോൾട്ട് വാട്ടറിന്റെയും ഫ്രഷ് വാട്ടറിന്റെയും റോയുടെ വാല്യൂസ്. അപ്പം നിങ്ങൾ ആദ്യം പറഞ്ഞായിരുന്നു സോൾട്ട് വാട്ടറിനാണ് ഡെൻസിറ്റി കൂടുതൽ. യു ആർ റൈറ്റ്, salt water density is 1.025 gram per centimeter cube, raw fresh water is 1 gram per centimeter cube. അപ്പൊ അത് നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ you will be getting Z is equal to 40 times H. അപ്പോൾ ഇവിടെ ഈ ഒരു ഇന്റർഫേസിന്റെ ഈ ലെഫ്റ്റ് പോസ്റ്റ് പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ H0 ആവുന്ന പോയിന്റിൽ Z നമുക്ക് 0 ആയിട്ട് കിട്ടും. H ഇൻക്രീസ് ചെയ്ത് പോകുന്നതിനനുസരിച്ച് Z എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇതാണ് നമ്മുടെ ഗൈബൻ ഹെർസ്ബർഗ് റിലേഷൻഷിപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഗൈബൻ ഹെർസ്ബർഗ് റിലേഷൻഷിപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഇത് മാത്രമാണ്. അതായത് ഈ സെഡും എച്ചും വാട്ടർ ടേബിളും ഫ്രഷ് വാട്ടർ ഇന്റർഫേസ്, ഗ്രൗണ്ട് വാട്ടർ സീ വാട്ടർ ഇന്റർഫേസും റിലേറ്റഡ് ആണ്. സീ വാട്ടർ ലെവലിന്റെ ആ ഒരു ഡെപ്തും ഈ ഒരു ഡെപ്തും ഇന്റർ റിലേറ്റഡ് ആണ്, തമ്മിലുള്ള റിലേഷൻ ആണ് ഈ ഒരു ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. മനസ്സിലായോ കാര്യം, ഗൈബൻ ഹെർസ്ബർഗ് റിലേഷൻഷിപ്പ്? ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. കാരണം കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് അത്ര വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ പഠിച്ച FM ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. സിമ്പിൾ കാൽക്കുലേഷൻസ് ആണ്, അത് ഇതാണെന്ന് മനസ്സിലാക്കി വെക്കുക. പ്രാക്ടിക്കലി നിങ്ങൾ ഓർക്കണമെങ്കിൽ
ഈ ഒരു ഫിഗർ ഓർത്ത് വെക്കുക. ഓക്കെ, ഈ ഒരു ഫിഗർ ഓർത്ത് വെച്ചാലാണ് നമുക്ക് അതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫിഗർ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ ടൈം ആയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സ്റ്റേ ചെയ്യാം, ഇല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. താങ്ക് യു ഓൾ.